വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഇന്ന് വായന ദിനം. 7-8 വയസ്സ് പ്രായം. മലയാളം കൂട്ടി വായിക്കുമ്പോൾ തന്നെ ബാലരമ, അമ്പിളിയമ്മാവൻ എന്ന കുട്ടികളുടെ ബുക്കിലൂടെയാണ് എൻ്റെ ആദ്യകാല വായനകൾ തുടങ്ങുന്നത്. ആ കാലത്ത് അത്രയും കൊച്ചി പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ലൈബ്രറികൾ ഒരുപാടുണ്ടായിരുന്നു. വായനശീലം അന്ന് എല്ലാ കുട്ടികളിലും ഉണ്ടായിരുന്നൊരു കാലം. വളർന്നു വന്നപ്പോൾ എനിക്കൊരു 12-13 വയസ്സുള്ളപ്പോൾ ഡ്രാക്കുള കഥകളോടായി ഭ്രമം. കോട്ടയം പുഷ്പനാഥിൻ്റെ ഡ്രാക്കുളയുടെ മകൾ, ഡ്രാക്കുളുടെ കൊട്ടാരം എന്ന ബുക്കുകളിലേക്കായി ശ്രദ്ധ. കാലങ്ങൾ മാറിയപ്പോൾ 15-16 വയസ്സായപ്പോൾ മുട്ടത്ത് വർക്കിയുടെയും കാനത്തിൻ്റെയും CL ജോസിൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ കഥകളിലേക്ക് ഞാൻ ചുവടുമാറ്റി. വായനശീലം എനിക്ക് വളരെ കൂടുതലായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ദരിദ്രനായിരുന്നെങ്കിലും വായനശീലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ധനാഢ്യം തന്നെയായിരുന്നു. വായനയുടെ ഒപ്പം തന്നെ എനിക്ക് വരക്കാനുള്ള കഴിവ് ഞാൻ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വരും കാലങ്ങളിൽ ഒരു വിഷ്വലൈസറായി മാറുമ്പോൾ എനിക്ക് ആ വായനയുടെ ഫീലാണ് പിന്നീട് എനിക്ക് എൻ്റെ വർക്കിൽ കണ്ടെത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ വിജയവും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നർത്ഥവത്തായ ആ വാക്യം ഇവിടെ അനർത്ഥമാകുന്നു. താങ്ക് യു.